എല്ലാവരും ഒരായപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലൻ്റ് 2 എന്നാൽ നമ്മുടെ എപ്പിസോഡ് 102 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ യുഹാവിന് നേരെ ഷോങ് എന്നൊരു ബീസ്റ്റ് അറ്റാക്കിനായിട്ട് വന്ന് എന്നാൽ അത് DTN തടഞ്ഞ് ഇത്ര കാണിച്ചിട്ട് DTN നീ അവരുടെ കൂടെ നിൽക്കണോ എന്നാൽ DTN മൊത്തത്തിൽ കലിപ്പായിട്ട് ഒരു മൂവ് അതെടുക്കുകയാണ്. നീ എൻ്റെ ക്ഷമയാണ് പരീക്ഷിച്ച് നിന്നെ കൊല്ലില്ല എന്നാണ് നീ കരുതിയ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് ഈസ്റ്റേൺ ഡ്രാഗൺ കോഡ് അത് എടുക്കുകയാണ്. ബ്ലാക്ക് ഡ്രാഗൺ അത് ഇൻഹെറിറ്റ് ആയിട്ട് കൈമാറി വരുന്ന ടെക്നിക്കാണ്. ഇതിൽ ഇൻവിസിബിൾ ഡ്രാഗൺ കോഡ് ഔറയുണ്ട്. ഒറ്റ സ്ട്രൈക്കിൽ സോളും ബോഡി വരെ ഇല്ലാതാക്കാൻ പറ്റും. അവൻ കാലെ പിടിച്ച് ക്ഷമിക്കാനായിട്ട് പറയുന്നുണ്ട്. ബീച്ച് വേണ്ട വിട്ടകി എന്ന രീതിയിൽ ഇപ്പൊ നിന്നെ വെറുതെ വിടുന്നു, ഇനി ഒരു ചാൻസ് നിനക്കില്ല എന്ന് പറഞ്ഞ് അടിച്ച് തെറിപ്പിക്കുകയാണ്. എന്റെ വാക്ക് കേട്ടില്ലേ, അടുത്ത പുനർജന്മം പോലും ഇല്ലാതെ കളയും എന്ന് പറഞ്ഞ് എല്ലാ ബീസ്റ്റിനെയും വിരട്ടി അതിനുശേഷം മറ്റൊരു ബീസ്റ്റിനെ വിടുകയാണ്. ഇതാണ് ബ്ലാക്ക് ടൈഗർ. വളരെ ഇഞ്ചേർഡ് ആണ്. 20,000 വർഷം പ്രായമുണ്ട്. കൾട്ടിവേഷൻ അതിനനുസരിച്ച് ഇതാണ് നല്ലത്. അതുപോലെ യുഹാബോ ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റുള്ളവരാട്ടെ അപ്പോഴും അതിശയിച്ച് നിൽക്കുന്നു. നെക്രോമൻസറി പവർ അത് യൂസ് ചെയ്ത് അവരുടെ സോളും ബോണും അത് ഒരുമിപ്പിച്ചു. അങ്ങനെ കുറച്ചു നേരം അവസാനം ആ ബീസ്റ്റ് അവിടെ ഡെഡായി. അതുകൊണ്ട് ശ്രക്കിലെയും മറ്റൊരു ഷോക്കായി പോയി. ബീസ്റ്റുകൾ കലിപ്പായിട്ട് ബ്ലാക്ക് ടൈഗർ ഡെഡായോ എന്ന് ബീജി അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഹുവാബിന്റെ ഉള്ളിൽ നിന്ന് ഒരു പവർ വരുന്നത്. നോക്കുമ്പോൾ അവന്റെ സോൾ സ്പിരിറ്റ് ആയിട്ട് ആ ബ്ലാക്ക് ടൈഗർ മാറിയിരുന്നു. അവന്റെ വൈറ്റ് ടൈഗറിന്റെ കൂടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ടൈഗർ കൂടി അത് കൾട്ടിവേഷൻ ചെയ്ത് മുന്നോട്ട് പോകും. അത് കണ്ട് എല്ലാവരും ഹാപ്പിയായി അവരെ ഹാർത്ത് വിളിക്കുകയാണ്. അവര് നന്ദി പറയുമ്പോൾ DTN യുഹാവനോട് നീ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി. അതിനുശേഷം ഇനി ആരൊക്കെയാണ് സോൾ മാസ്റ്റേഴ്സും ബീസ്റ്റുകളും അവരവരവർ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. 90+% സക്സസ് റേറ്റ് അത് കൂടി ചെയ്ത 91 പേർക്ക് സെറ്റ് ആയിട്ടുണ്ട്. 10,000 വർഷം പ്രായമുള്ള ബീസ്റ്റ് ആണെങ്കിൽ 2 സോൾ റിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്പിരിച്വൽ ടൈപ്പ് സോൾ മാസ്റ്റേഴ്സിനെ പോലെ അല്ല നോർമൽ സോൾ മാസ്റ്റേഴ്സ്, അവർക്കുള്ള മാർഷൽ സോൾ ആയിട്ട് ചേരാതെ വരാം. അങ്ങനെയൊക്കെ നല്ലവണ്ണം കെയർഫുൾ ആയിട്ട് വേണം ആ പാർട്ണറെ തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നുണ്ട്. DTN അപ്പോൾ ഇത് നിനക്ക് മാത്രമേ അറിയൂ, ഇനി വരെ അങ്ങോട്ട് എങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യും, അത് എത്ര ശതമാനമാണ് എന്ന് പറയുമ്പോൾ അവനും ഇനി കൾട്ടിവേഷൻ ചെയ്യണം. അവന്റെ സോൾ സ്പിരിറ്റ് എക്സ്പെരിമെന്റ് അവന്റെ പോലെയുള്ള സ്പിരിച്വൽ ടൈപ്പ് സോൾ മാസ്റ്റേഴ്സ് പഠിച്ച് ഇൻഹെറിറ്റ് ആകുന്ന രീതിയിലാകണം. അതുകൊണ്ട് ഡൂസ് നീ ആ സീക്രട്ട് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അവനും അത് ഈ സോൾ മാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് മുന്നോട്ട് പോകാനല്ല, ബീസ്റ്റിനെ ഹണ്ട് ചെയ്തു പോകാതെ അത് കുറയ്ക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനാണ്. ഫ്യൂച്ചറിൽ ഹ്യൂമൻസ് ഇല്ലാതാകുന്ന ടൈം സംരക്ഷണം അത് വരാനും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളത് കോമൺ പ്ലേസിൽ ചെയ്യാൻ കഴിയില്ല. സോൾ സ്പിരിറ്റ് കോൺട്രാക്ട് അതിനായിട്ട് ഒരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ടാക്കണം. എന്ത് തരം എന്ന് ചോദിക്കുകയെ സോൾ സ്പിരിറ്റ് അത് മറ്റു പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ടൈപ്പ് സോൾ മാസ്റ്റേഴ്സ് ജോയിൻ ആയി പിന്നെ പോകാൻ കഴിയില്ല. ബീസ്റ്റുകൾക്ക് ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. DTN അപ്പോൾ ഡെസ്റ്റിനി ബീസ്റ്റ് നിന്നെ തെരഞ്ഞെടുത്തതിലും ഒരു അതിശയമില്ല. ഈ ഗ്രേറ്റ് സ്റ്റാർഡ് ഓഫ് ഫോറസ്റ്റ് സമ്മതിക്കുന്നു. റെപ്രസെന്റീവായിട്ട് കുറച്ച് പേരെ അയക്കാം. ബോഡി സെറ്റ് കൂടെ ഉണ്ട്, ശ്രക്കും ഉണ്ട് എന്ന് പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ നോക്കുകയാണ്. അവരുടെ ഓർഗനൈസേഷൻ എന്ത് പേരിടുന്ന ചോദിക്കേ ഇത് സോൾ മാസ്റ്റർ സോൾ ബീസ്റ്റ് ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ സോൾ സ്പിരിറ്റ് സ്പ്രെഡ് ചെയ്യാനും നോക്കുകയാണ്. അതിൻ്റെ പേരാണ് സ്പിരിറ്റ് ട്രാൻസ്ഫോർമേഷൻ പഗോഡ എന്ന് പറയുകയാണ്. അതിനുശേഷം അത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. സ്ട്രക്ക് സ്റ്റാർ ഫോറസ്റ്റിന്റെ സെന്ററിലായിട്ട് അത് വയ്ക്കാനായിട്ട് തീരുമാനിച്ച് അതോടൊപ്പം മറ്റ് എംപയേഴ്സും അത് സപ്പോർട്ടായിട്ട് വന്നു. അവരുടെ എംപയറിലുള്ള സ്പിരിച്വൽ ടൈപ്പ് സോൾ മാസ്റ്റേഴ്സിനെ ജോയിൻ ആയിട്ട് വരുത്തി അവർ സ്പിരിറ്റ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് അത് ചെയ്തു. ഓരോ എംപയറിൽ നിന്നും റെപ്രസെന്റേറ്റീവായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വിട്ട് അവനെ 1 മാസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. DTN മറ്റ് 5 ബീസ്റ്റുകളും ചേർന്ന് അതുപോലെ ഫസ്റ്റ് ഹെഡായിട്ട് ഷുവാനും ചേർന്ന് അവനാകട്ടെ ചെയർമാനുമായി. അതിനുശേഷം 3 മാസം കടന്നുപോയി. യുഗാബ അവിടെ നിൽക്കെ DTN വരുന്നു. ഇത്ര ദിവസം കൊണ്ട് ഒരു ട്രാൻസ്ഫോം പഗോഡ ഉണ്ടാക്കി ബെസ്റ്റായ ആൾക്കാരെ വരുത്തി 42 സ്പിരിറ്റ് ട്രാൻസ്ഫോം നടത്തി എന്ന് പറയുകയാണ്. നീ പോകുവാണോ? ഇത്രയും ബെസ്റ്റായ പ്ലേസ് നിനക്ക് കൾട്ടിവേഷൻ ചെയ്തു പോരെ മുന്നോട്ട് പോകാൻ, നിന്റെ ഫ്യൂച്ചർ ലിമിറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ സീനിയർ നിങ്ങൾക്കറിയാം, നിങ്ങൾ തടഞ്ഞാലും ഞാൻ പോകുമെന്ന്. അവൻ്റെ ആ കൾട്ടിവേഷൻ സ്പീഡില്ല. 30 വയസ്സാകുമ്പോൾ തന്നെ അവൻ സൂപ്പർ ഡ്രോം ആകും. അങ്ങനെ എനിക്ക് തടയാൻ കഴിയില്ല. ഡെസ്റ്റിൻ്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ കൊല്ലുകയില്ല. ഞാൻ ഒരു സോൾ മാസ്റ്ററാണ്, അത് ഇല്ലാതാകും. നീ പറയുന്നത് കാര്യമാണ്. നിന്റെ കാര്യങ്ങൾ സോൾവ് ആയിട്ട് തിരിച്ചു വാ. സ്ട്രക്കിലും ട്രാൻസ്ഫോം പഗോഡയും അല്ലെങ്കിൽ ഗ്രേ സ്റ്റാർഡ് ഫോറസ്റ്റും നിന്നെ കാത്തിരിക്കുകയാണ്. അവൻ പ്രോമിസ് കൊടുത്തു. അപ്പോഴാണ് അവനൊരു ടോക്കൺ കൊടുക്കുന്നത്. അത് റിസർവ് സ്കെയിൽ ആണ്. ഇത് ഡേഞ്ചർ ടൈമിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇടാനായിട്ട് പറയുന്നുണ്ട്. അത് കണ്ട ഉടനെ ടൈമിങ് അത് ഇടരുത്, അത് ഡെഡ്ലി വേ ആണ്. DTN 1,00,000 വർഷം
അങ്ങനെ കൊണ്ട് ഫോമാക്കി എടുത്തതാണ്. അത് ഹെവൻലി പണിഷ്മെന്റ് ട്രാൻസ്ഫോം ആക്കിയതാണ്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഗോഡ് റെയിമായിട്ട് അതിന് കണക്ഷൻ വരും. അങ്ങനെയെങ്കിൽ അവന് പിന്നെ ഒരു ഗോഡാകാൻ കഴിയില്ല. അതിട്ടാൽ പിന്നെ മാറ്റാനും കഴിയില്ല. ഇനി കഴിയണമെങ്കിൽ DDNേക്കാൾ സ്ട്രോങ് ആകണം. അവനൊന്നും നോക്കിയില്ല, അതിട്ടു. അതിന്റെ ആ കഴ്സ് അപ്പോൾ തന്നെ അവന്റെ ബോഡിയിലുമായി. ടൈമെന്ന് ബിഗ് ബിങ്ങിനോട് ഞാൻ DDNന്റെ അത്ര സ്ട്രോങ് ആയി ഇത് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് സ്വന്തമായിട്ട് എൻ്റെ ഗോഡാകും, എൻ്റെ പവർ വെച്ച് ഞാൻ ആകും, അവന് കൂടെ വരും, കൂടെ കാണും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അവരോട് ബൈ പറഞ്ഞ് പോവുകയാണ്. ഷ്രെക്കിലേക്ക് എത്തി. അവിടെ ആൾറെഡി പണി നടക്കുന്നുണ്ട്. ബേബി കൈട്ടും പുതിയ പ്രോജക്റ്റ് അത് നോക്കി നിൽക്കുക. അങ്ങോട്ട് യുഹാവ വന്ന് വിളിക്കുന്നുണ്ട്. അവർ വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ്. ടാങ്സിറ്റ് വേറെ ആളെ നോക്കുക, നമുക്കൊരു പണിയുണ്ട്, ആ പ്ലേസിലേക്കാണോ എന്ന് പറയുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് കൈട്ടു എന്നോട് നോക്കാനായിട്ടും പറഞ്ഞ് അവരവിടത്ത് പോയി. അവർ പോയപ്പോൾ യുഹാവ വന്നോ, എന്നിട്ട് അവിടെ പോയി. അത് കഴിഞ്ഞ ഐസ് ഫയറിലേക്കിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എങ്ങനെ പോവുക, ഡേഞ്ചർ അല്ലേ എന്നതിന് അവൻ്റെ ഐസ് ആട്രിബ്യൂട്ട്സ് പോയിസനെ തടയും എന്ന് പറഞ്ഞ് ഷീൽഡാക്കി അതിനുള്ളിലേക്ക് പോയി. അവിടെ കണ്ട് ബേബി അതിശയിച്ച് അവിടെ യുവിനെ കണ്ട് നമ്മൾ വന്നു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. യുഹാവ് ഇപ്പോൾ ടാങ്സിൻ്റെ ആ ട്രയൽ അത് കംപ്ലീറ്റ് ആക്കിയ 7 ലെജൻഡറി ഹെർബ് അത് തരാമെന്ന് പറഞ്ഞു. അത് കേട്ട് അതെ, അത് ചോദിക്കാമെന്ന് എനിക്ക് അറിയായിരുന്നു, ഏതാ വേണ്ടതെന്നതിന്. അതുപോലെ ഒന്നുമില്ല, ഫെയറി ഹെർബ് അത് റിഫ്യൂസ് ചെയ്തു. കുഴപ്പമില്ല, ബേബിനോട് പറയാനായിട്ട് പറയുന്നുണ്ട്. അവൻ ശവിയ ഒരു ഈവിൾ സോൾ മാസ്റ്റർ ആയിട്ട് മാറിയില്ല. വലിയ ഗോഡസ് പറഞ്ഞത് ഫെയറി ഹെർബ് വഴി സേവ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതിലൊന്ന് നീയാണ്, മറ്റേത് നീ തന്നെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്നത് അത് പറയാണ്. അത് കേട്ട് എനിക്കറിയാം മറ്റേത് ഏതാണെന്ന്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെയാവുമെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.